നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്. എൻ്റെ പുതിയ സിനിമയായ ഊഴത്തിൻ്റെ വിശേഷങ്ങളുമായി ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ ലൈഫിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമകളിൽ വളരെ വൈകി ടൈറ്റിൽ ഇട്ട സിനിമകളിലൊന്നാണ് ഊഴം. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആക്ച്വലി ഈ ടൈറ്റിൽ ഫൈനലൈസ് ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റിലുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയും ജിത്തു ഒരുപാട് പേരുകൾ പറയുകയും മറ്റ് ചില ആൾക്കാർ ചില ടൈറ്റിലുകൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് ആർക്കും അങ്ങോട്ട് എല്ലാവർക്കും തൃപ്തി വരുന്ന പോലൊരു പേര് കിട്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ജെയിംസ് ആൻഡ് ആലീസിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കട്ടപ്പനയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴാണ് ജിത്തു എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്, ടൈറ്റിൽ കിട്ടി, ഞാനിപ്പോൾ മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഊഴം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടെക്സ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ ജിത്തുവിന് തിരിച്ച് മെസ്സേജ് അയച്ചു, ഇനിയും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിലെന്ന്. അത് എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു സ്വഭാവത്തിനും കഥയ്ക്കും കഥ പറയുന്ന രീതിക്കും ഒക്കെ അനുയോജ്യമാണ് ഊഴം എന്ന ടൈറ്റിൽ. ഒരു മെമ്മറീസ് പോലെ ഒരു സസ്പെൻസ് ത്രില്ലറോ അല്ലെങ്കിൽ ദൃശ്യം പോലെ ഒരു ത്രില്ലർ സിനിമയോ പ്രതീക്ഷിക്കരുത്. ഇതിലെ സസ്പെൻസും കാര്യങ്ങളും എല്ലാം സിനിമ തുടങ്ങിയൊരു ആദ്യത്തെ 2 റീലിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നീട് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നതിലാണ് ഈ സിനിമയിൽ ഒരു ഇൻട്രസ്റ്റ് നിലനിർത്തുന്നത്. ആ ചോദ്യത്തിലാണ് ഞാനും ഈ സ്ക്രിപ്റ്റിൽ ആക്ച്വലി വീണുപോയത്. ഇതൊരു പ്രതികാരത്തിൻ്റെ കഥയാണ്. എല്ലാ പ്രതികാര കഥകളെ പോലെയും ഇതിൻ്റെ ടെംപ്ലേറ്റും നമ്മൾക്കറിയാവുന്നത് തന്നെയാണ്. പ്രതിനായകനെതിരെ പ്രതികാരം ചെയ്യുന്ന നായകൻ. അതിൽ എങ്ങനെയാണ് ഈ പ്രതികാരം ചെയ്യുന്നത് എന്നതിൽ ഒരു പുതുമയുണ്ട്. എൻ്റെ കഥാപാത്രം സൂര്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾക്ക് പ്രാഗൽഭ്യമുള്ള ഒരു ഏരിയ ഓഫ് എക്സ്പേർട്ടീസ് ഉണ്ട്. അയാളുടെ ജോലി ആ ഒരു മേഖലയിലാണ്. അയാളുടെ ആ മിടുക്ക്, അയാളുടെ ആ കഴിവ്, ആ അറിവ് അതുപയോഗിച്ചാണ് അയാളുടെ പ്രതികാരം ചെയ്യുന്നത്. അവിടെയാണ് ഈ സിനിമയിൽ ഒരു പുതുമയുള്ളത്. പിന്നെ ഈ കഥ പറഞ്ഞിരിക്കുന്ന രീതി, ഈ നോൺ ലീനിയറായിട്ട് കഥ പറയാമെന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. അത് നമ്മളിതിനു മുമ്പ് ഒരുപാട് സിനിമകൾ മലയാളത്തിലും അല്ലാതെയും കണ്ടിട്ടുണ്ട്, നമ്മൾ അത്തരം കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നോൺ ലീനിയർ നെറേറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് ഊഴത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സ്വഭാവം ഇതിലെ കഥ പറച്ചിലുള്ളത് കൊണ്ട് ഒരു വളരെ ഫാസ്റ്റ് പേസ്ഡ് സിനിമയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു വളരെ പേസി ആയിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമയാണ് ഊഴം. അല്ലാതെ മെമ്മറീസുമായിട്ടോ ദൃശ്യവുമായിട്ടോ യാതൊരു താരതമ്യത്തിനും ഒരു ഗ്രൗണ്ടില്ല. സാധാരണ ഈ സസ്പെൻസ് ത്രില്ലറുകളിൽ എപ്പോഴും പ്രസക്തമാകുന്ന ചോദ്യങ്ങൾ ആര്, എന്തിന് എന്നുള്ള 2 ചോദ്യങ്ങളാണ്. അതിൽ ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം സിനിമ തുടങ്ങി ഇത് പറഞ്ഞൊരു 10-15 മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ എന്നുള്ളതിലാണ് സിനിമ ആസ്പദമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസിനൊരു സ്പേസ് ഇല്ല സിനിമയിൽ. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതാണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം ഇയാളത് എങ്ങനെ ചെയ്യും, എന്താണ് അതിനുള്ള മാർഗം എന്നുള്ളൊരു ചോദ്യത്തിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയിലാണ് സിനിമ ബേസ് ചെയ്തിരിക്കുന്നത്. ആ ക്യൂരിയോസിറ്റി ക്ലൈമാക്സിൽ അവസാന ഷോട്ട് വരെ ഉണ്ട് എന്നുള്ളതാണ് സിനിമയുടെ പ്രത്യേകത. வாட் இஸ் ஹி? தெரியல சார். அவங்க வீட்டு பக்கத்துலலாம் விசாரிச்சோம். அந்த ஆள் என்ன பண்ணுறாருன்னு யாருக்கும் தெரியல. ആക്ച്വലി ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടീസർ നമുക്ക് കട്ട് ചെയ്യാം. അന്നൊരു ടീസറിൻ്റെ ലെങ്ത് ഇത്ര ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ട്രെയിലർ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ജിത്തു ഒരു ടീസർ കട്ട് ചെയ്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നു. എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ടീസറായിട്ട് തോന്നി. ആ ടീസറിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ സിനിമയെക്കുറിച്ച് മനസ്സിലാകുന്നത് അതാണ് സിനിമ. അല്ലാതെ സിനിമയ്ക്കില്ലാത്തൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ടീസറോ അല്ലെങ്കിൽ സിനിമയിലില്ലാത്ത കഥാസന്ദർഭങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ടീസറൊന്നുമല്ല.
ടീസറിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരമൊരു സിനിമ ആയിരിക്കും മൂഴമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരമൊരു സിനിമയാണ്. That means you have something to hide. Everybody has something to hide, Mr. SP. எல்லாத்தையும் தேடி பாருங்க. அவன் ஃப்ரெண்ட்ஸை பற்றி ஃபேமிலியை பற்றி ஏதாவது டீட்டெயில்ஸ் இருக்கான்னு பாருங்க. പ്രായം എന്തായെന്ന് അപ്പായ്ക്ക് സ്വന്തമായിട്ട് വല്ല ധാരണയുണ്ട്? சும்மா நானும் கவர்மெண்ட் எம்ப்ளாயி, எனக்கு கொஞ்சம் ரெஸ்பான்சிபிலிட்டிஸ் இருக்கு. Hope you understand the gravity of the situation here. പക്ഷേ ഇനി നിങ്ങൾ നാട്ടിൽ താമസിക്കുന്ന പറയും. ஆல்ஃபா ரெமிடிஸிൻ്റെ എല്ലാ ബ്രാഞ്ചസിലെയും സെക്യൂരിറ്റി മെഷേഴ്സ് കൂട്ടും. ഇനിയുടെ തറ ബാക്ക്ഗ്രൗണ്ട്. இதுக்கு பின்னாடி யாரா இருக்குன்னு நினைக்கிறீங்க? ப்ளீஸ் டோன்ட் அண்டர் எஸ்டிமேட் him. சூர்யா, കേരള തമിഴ്നാട് ബോർഡറായ കോയമ്പത്തൂരിൽ താമസിക്കുന്ന ഒരു മലയാളി ബ്രാഹ്മൺ ഫാമിലിയാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷയെല്ലാം തമിഴും മലയാളവും ഒക്കെ കലർന്ന്, എസ്പെഷ്യലി അവരുടെ ഒരു എൽഡർ ജനറേഷൻ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് തമിഴും മലയാളവും ഒക്കെ കലർന്നൊരു ഭാഷയിലാണ്. അപ്പോൾ അത്തരമൊരു കഥാപാത്രത്തിന്, ഒരു ചെറുപ്പക്കാരന്, ഒരു കോയമ്പത്തൂരിൽ താമസിക്കുന്ന ഒരു ബ്രാഹ്മൺ കുടുംബത്തിലെ ഒരു മൂത്ത മകന് ഇടാൻ സാധ്യതയുള്ളൊരു പേര് സൂര്യ. അപ്പം അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. അല്ലാതെ ജിത്തു സ്ക്രിപ്റ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പേരാണ്, അല്ലാതെ പിന്നീട് കണ്ടുപിടിച്ച പേരോ ഒന്നുമല്ല. തിരികെ വരുമോ കളിയും ചിരിയും മധുരം പകരും നിമിഷം, തിരികെ വരുമോ മലരും തളിരും മഴയായി പൊഴിയും നിമിഷം, ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ, ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ. സൂര്യയുടെ കുടുംബവും ചുറ്റുപാടുകളും കാണിക്കുമ്പോൾ സൂര്യയ്ക്ക് ഒരു അച്ഛനും അമ്മയും ഒരു പെങ്ങളും ഉണ്ട്. അച്ഛനായിട്ട് ബാലേന്ദ്ര മേനോൻ അങ്കിൾ, അമ്മയായിട്ട് സീത മാഡം, എൻ്റെ അനിയത്തിയായിട്ടാണ് രസ്ന അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം പേര് ചോദിച്ചപ്പോൾ ഞാനും രസ്ന എന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും രസ്നയോ എന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞ് അങ്ങനെ ആ പേരിൽ ആക്ച്വലി ഞങ്ങൾക്കൊരു പ്രത്യേകതയോടെ തോന്നി. നമ്മൾ ഷൂട്ടിംഗ് സമയത്തെല്ലാം രസ്ന എന്ന് വിളിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പിവറ്റൽ ആയിട്ടുള്ള 3 കഥാപാത്രങ്ങളിലൊന്നാണ്. രസ്നയുടെ എനിക്കറിയില്ല, അത് എത്രാമത്തെ സിനിമയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് രസ്നയെ കാണുന്നതും രസ്നയുടെ കൂടെ അഭിനയിക്കുന്നതും. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ടാലൻ്റ് ആയിട്ടുള്ളൊരു യങ് ആക്ടറാണ്. ഇനിയും നല്ല സിനിമകൾ കിട്ടട്ടെ. തിരികെ വരുമോ കളിയും ചിരിയും മധുരം പകരും നിമിഷം, ഓരോരോ നാളും ദൂരം നേർത്തും ഉള്ളങ്ങൾ കോർത്തും തമ്മിൽ കാത്തും. ആക്ച്വലി ഈ സിനിമയിലേക്ക് ദിവ്യയെ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ്, ദിവ്യയെ കാസ്റ്റ് ചെയ്താലോ എന്നുള്ള ചിന്ത നടക്കുമ്പോഴാണ് ജിത്തു എനിക്ക് ദിവ്യ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ CD അയച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ മോർ ദാൻ എനിത്തിങ് എൽസ് നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ടതൊരു പ്രത്യേക ഒരു ലുക്കായിരുന്നു. അപ്പോൾ അത് ദിവ്യയ്ക്ക് കറക്റ്റായിരുന്നു. ആൻഡ് അഗെയിൻ റീസണബിളി ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമ്മളൊരു പുതിയൊരു ആക്ടർ, രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. ദിവ്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡൺ വെൽ. ശ്വാസങ്ങൾ തോറും സ്നേഹം ചേർത്തും ആശിക്കും നേരം സ്വർഗം തീർത്തും
നീരജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നൊരു ഞാൻ നീരജിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല, പക്ഷേ നീരജ് ചെയ്ത താരതമ്യേന വലിയ ക്യാരക്ടേഴ്സിലൊന്നായിരിക്കും. കാരണം ഇത് ബിഗിനിങ് ടു എൻഡ് ഒരു എന്താ പറയുക, എന്നോടൊപ്പമുള്ള അടുത്തൊരു നായകൻ്റെ വേഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രെറ്റി മച്ച് ഫസ്റ്റ് സീൻ ടു ലാസ്റ്റ് സീൻ എന്ന് പറയുന്ന അത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു ക്യാരക്ടറും, വെറുതെ സ്ക്രീൻ പ്രസൻസ് മാത്രമല്ല സ്ക്രീൻ പ്ലേയിലേക്ക് ഭയങ്കരമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ക്യാരക്ടർ കൂടിയാണ്. പിന്നെ നീരജിൻ്റെ ഡാൻസ് കളിക്കേണ്ട ഒരു അവസരം ഇല്ല ഈ സിനിമയിൽ എന്ന ഖേദകരമായ സത്യം ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഓരോരോ നാളും ദൂരം നേർത്തും ഉള്ളങ്ങൾ കോർത്തും തമ്മിൽ കാത്തും തീരാതെ നീളും ഈ യാത്രകൾ. ഷ്യാമിനെ വെച്ച് ആദ്യത്തെ പരീക്ഷ നടത്തിയ ഞാനാണ്. ഷ്യാമിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന ഞാനാണ് ആക്ച്വലി. വർഷങ്ങൾക്ക് മുമ്പ് കൃത്യം എന്ന് പറയുന്നൊരു സിനിമ ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പോൾ അന്ന് അതിന് ഒരു പുതിയ ക്യാമറമാനെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഞാനന്ന് ആദ്യം ആ സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നത് എൻ്റെ സുഹൃത്തായ നീരവ് ഷായാണ്. പക്ഷേ നീരവ് ആ സിനിമ കമ്മിറ്റ് ചെയ്തിട്ട് ആ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ധൂം എന്ന് പറയുന്ന ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്യാൻ നീരവിനെ ക്ഷണിക്കുന്നത്. അപ്പോൾ അന്ന് നീരവിനോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് അത് ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകണം. കാരണം അത് പിന്നീട് ഞാൻ ഇങ്ങനെ രവിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. രവിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ആക്ച്വലി ഷ്യാം. പിന്നീട് ഷ്യാം എടുത്ത സ്റ്റിൽസ് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് രവിയേട്ടൻ അസിസ്റ്റൻ്റ് ആക്കി. 2 സിനിമകളോ മറ്റോ ആണ് രവിയേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ഭയങ്കര ഒരു സെൽഫ് ടോട്ട് ആയിട്ടുള്ളൊരു ടാലൻ്റാണ്. ഓഫ്കോഴ്സ് ഷ്യാമിൻ്റെ സിനിമാറ്റോഗ്രാഫി സിനിമയുടെ വലിയൊരു ഘടകമാണ്. ഷ്യാമാണ് എൻ്റെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷ്യാം ആക്ച്വലി. കൃത്യം, വർഗം, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഊഴം. ഇപ്പോൾ ഷ്യാമിൻ്റെ ഒരു മോശം വർക്ക് ഞാൻ കണ്ടിട്ടില്ല. ഊഴം വെരി ഗുഡ് വർക്ക്. வாட் இஸ் ஹி? தெரியல சார். அவங்க வீட்டு பக்கத்துலலாம் விசாரிச்சோம். அந்த ஆள் என்ன பண்ணுறாருன்னு யாருக்கும் தெரியல. That means you have something to hide. Everybody has something to hide, Mr. SP. எல்லா இடத்தையும் தேடி பாருங்க. அவன் ஃப்ரெண்ட்ஸை பற்றி, ஃபேமிலியை பற்றி ஏதாவது டீட்டெயில்ஸ் இருக்கான்னு பாருங்க. പ്രായം എന്തായെന്ന് അപ്പായ്ക്ക് സ്വന്തമായിട്ട് വല്ല ധാരണയുണ്ട്. சுப்பு நான் ஒரு கவர்மெண்ட் எம்ப்ளாயி, எனக்கும் கொஞ்சம் ரெஸ்பான்சிபிலிட்டிஸ் இருக்கு. Hope you understand the gravity of the situation here. പക്ഷേ ഇനി നിങ്ങൾ നാട്ടിൽ താമസിക്കണം. ആൽഫ റെമഡീസിൻ്റെ എല്ലാ ബ്രാഞ്ചസിലെയും സെക്യൂരിറ്റി മെഷേഴ്സ് കൂട്ടും. We need a thorough background check. இதுக்கு பின்னாடி யாரா இருக்குன்னு நினைக்கிறீங்க? Please don't underestimate him. ഒരു ക്ലബ് സോങ് എന്ന് പറയുമ്പോൾ അത് വെറുതെ സിനിമയ്ക്കിടയിൽ ഒരു കട്ടവേ പോലെ വരുന്ന ഒരു അടിപൊളി പാട്ടല്ല. ആ സോങ്ങിലൂടെ കഥ പുരോഗമിക്കുന്നുണ്ട്. ആ സോങ്ങിനിടയിൽ തന്നെ സീനുകളുണ്ട്. തിരികെ വരുമോ കളിയും ചിരിയും മധുരം പകരും നിമിഷം. തിരികെ വരുമോ മലരും തളിരും മഴയായി പൊഴിയും നിമിഷം. ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ, ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ ഒന്നാകും നിമിഷം. ഇതിലെ പാട്ടുകൾ ചേരിക്കുന്ന അനിൽ ജോൺസൺ ആണ്. 2 പാട്ടുകളാണ്. ഒന്നൊരു ഈ നായകൻ്റെ വീടും കുടുംബവും അവൻ്റെ ചുറ്റുപാടുകളും കാണിക്കുന്ന ഒരു ഫാമിലി സോങ് ആണ്. രണ്ടാമത്തേത് ഒരു ക്ലബ് സോങ് ആണ്. ഒരു ക്ലബ് സോങ് എന്ന് പറയുമ്പോൾ അത് വെറുതെ സിനിമയ്ക്കിടയിൽ ഒരു കട്ടവേ പോലെ വരുന്ന ഒരു അടിപൊളി പാട്ടല്ല. ആ സോങ്ങിലൂടെ കഥ പുരോഗമിക്കുന്നുണ്ട്. ആ സോങ്ങിനിടയിൽ തന്നെ സീനുകളുണ്ട്. ഈ 2 പാട്ടുകളും ഞാൻ ഈ പറയുന്നൊരു നറേറ്റീവിൻ്റെ സ്വഭാവത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ജംഗ്ഷേഴ്സിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പേർപ്പസുകൾക്ക് വേണ്ടിയുള്ള പാട്ടുകളാണ്. ആ
പാട്ട് എവിടെ വരുന്നുവെന്നും എന്തിനുപയോഗിക്കുന്നുവെന്നും പൂർണ്ണമായി മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള പാട്ടുകളാണ് അനിൽ രണ്ടും ചെയ്തിരിക്കുന്നത്. രണ്ടും അതിൻ്റേതായ ജോണറുകളിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണ്.